ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗമാണ് ചിന്തയ്ക്ക് ആധാരം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു തമ്പുരാൻ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതാണ് ഈ വേദഭാഗത്തിൽ നാം കാണുന്നത്. 3 പരീക്ഷകളാണ് കർത്താവിന് നേരിടേണ്ടി വരുന്നത്. ആദ്യത്തെ പരീക്ഷയിൽ കല്ലിനെ അപ്പമാക്കി തൻ്റെ വിശപ്പിനെ അകറ്റാൻ കർത്താവിനോട് പിശാച് ആവശ്യപ്പെടുകയാണ്. വിശപ്പ് എന്ന ഏറ്റവും നീതീകരിക്കപ്പെടാവുന്ന മാനുഷിക ആവശ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ പ്രലോഭനം സംഭവിക്കുന്നത്. എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി, എൻ്റെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ആരെയും എന്തിനേയും എങ്ങനെയും ഉപയോഗിക്കാമെന്ന ചിന്ത പ്രബലപ്പെടുന്ന ഈ കാലത്ത് ഈ ലോകത്തിലുള്ള മറ്റെല്ലാം എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് എന്ന ചിന്ത ദൈവനിഷേധവും സാമൂഹ്യ വിരുദ്ധവുമാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏത് വൈഷമ്യമേറിയ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ജീവനും ബലവും പകരാൻ ദൈവവചനത്തിന് സാധിക്കുമെന്ന ഉറപ്പുകൂടി ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. അടുത്തതായി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടി തൻ്റെ വിശ്വാസത്തെ പ്രദർശിപ്പിക്കുന്നതിനുള്ള പരീക്ഷയാണ് പിശാച് കർത്താവിൻ്റെ മുൻപിൽ വയ്ക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ അധികാരത്തിലും സ്നേഹത്തിലുമുള്ള ആശ്രയമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. വിശ്വാസത്തെ പ്രദർശന വസ്തുവാക്കി തീർക്കുന്ന ഇന്നിൻ്റെ ലോകക്രമത്തിൽ ജീവിതത്തെ നയിക്കുന്നതും നിശ്ചയിക്കുന്നതും നിർണയിക്കുന്നതുമാണ് വിശ്വാസം, അല്ലാതെ ചില ഷോയോഫുകളല്ല. പ്രദർശന വസ്തുവല്ല വിശ്വാസമെന്ന് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തി തരികയാണ്. ആദ്യത്തേതിലും രണ്ടാമത്തേതിലും പരാജയപ്പെട്ട പിശാച് അടുത്ത പരീക്ഷയിലേക്ക് കടക്കുകയാണ്. വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. ചില സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഏത് അധികാര സ്ഥാനത്തിന് മുൻപിലും നടുവളച്ചു നിൽക്കാൻ മടിയില്ലാത്ത സ്വാർത്ഥ ചിന്താഗതിയുടെ ഒരു പൊളിച്ചെഴുത്താണ് ഇവിടെ നടക്കുന്നത്. അർഹിക്കുന്നതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണ്. ആ അത്യാഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി നമ്മൾ നടത്തുന്ന അസ്ഥാനത്തുള്ള വണക്കങ്ങൾ ദൈവീക കരുതലിനോടും പരിപാലനത്തിനോടുമുള്ള പുറംകാട്ടലാണ്. ഈ ലോകത്തിൻ്റെ അധികാര ഘടനകളെയും ആശ്രയ കേന്ദ്രങ്ങളുടെയും മുൻപിലല്ല നാം വണങ്ങേണ്ടത്. മറിച്ച് സ്നേഹത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് സ്വർഗത്തിൻ്റെ മഹിമകളെ വെടിഞ്ഞ് മരക്കുരിശിൽ തൂങ്ങി ലോകത്തിൻ്റെ പാപത്തെ ഏറ്റുവാങ്ങി നമുക്ക് ജീവനും രക്ഷയും നൽകിയ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മുൻപിലാണ്. അവൻ നമ്മെ നിത്യതയോളം വഴി നടത്താൻ മതിയായവനാണെന്ന ആശ്രയബോധത്തിൽ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.